ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു വെറൈറ്റി ടേസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റി മീൻ കറി. അപ്പോൾ പുറത്ത് നല്ല മഴയുടെ ശബ്ദമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ അയിലേക്ക് വരഞ്ഞ് വറുക്കാൻ വെച്ചേക്കണേന്. അപ്പോൾ മഞ്ഞളും മുളകും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇച്ചിരി വിനാഗിരി ഒക്കെ ചേർത്തൊന്ന് പുരട്ടി വെക്കാം. അത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കണം, എന്നുവെച്ചാൽ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണേന്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോഴേക്കും നിർത്തിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊരു ഗ്രേവി രൂപത്തിലാക്കിയെടുക്കാം. പിന്നെ അതേ നമ്മുടെ വരഞ്ഞു വെച്ച മീനൊക്കെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അധികമൊന്നും വറുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ അവിടെ വറുത്തപ്പോൾ ഒന്ന് ജസ്റ്റ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് മുരിഞ്ഞു പോയി. അപ്പോൾ അത്രയൊന്നും മുരിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒരു കറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിക്കുക. പിന്നെ കടുകോ ഉലുവയൊക്കെ താളിക്കണമെങ്കിൽ ആദ്യം ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഒന്നും ചെയ്യണില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ഇഞ്ചി ഇടുന്നുണ്ട്. പിന്നെ സവാള, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചേർത്ത് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്യുക. നമ്മൾ വറുക്കാൻ ഉപയോഗിച്ച തവി തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വറുക്കാൻ ഉപയോഗിച്ച എണ്ണ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എണ്ണയെല്ലാം തീർന്നതൊന്നും ഉണ്ടായില്ല. അപ്പോൾ നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. ഒരു ബ്രൗൺ കളർ ആയിട്ടില്ല, എന്നാലും ചെറിയൊരു ബ്രൗണിഷ് കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഗ്രേവി ഉണ്ടല്ലോ, ആ വെള്ളം ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ തേങ്ങയൊന്നും ചേർക്കണില്ല കേട്ടോ. ആ വറുത്ത പൊടി മാത്രം നമ്മൾ ചേർക്കണുള്ളൂ. ഇനി ഇതിലേക്ക് ഉപ്പ്, പിന്നെ പുളിക്ക് പകരം മാങ്ങ അല്ലെങ്കിൽ ചെമ്മീപ്പുളിയൊക്കെ ചേർക്കുക. പക്ഷേ കുടംപുളിയാണ് നല്ലത്. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ മീനായിട്ട് നമുക്ക് തിളച്ച് വരുമ്പോഴേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വറുക്കണ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടോ, ഒന്ന് ആ ഗ്രേവിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് പൊടിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. ആവശ്യമുള്ള ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റായിട്ട് നമുക്കിത് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.